ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹൃദയരെ, ഇന്ന് നമ്മുടെ സംസാര വിഷയം എന്തുകൊണ്ട് ബർക്കത്ത് എന്നുള്ളതാണ്. ആ ഒരു വിഷയം നമ്മൾ പഠിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഈ ഒരു പരാമർശം വന്നതിനാലാണ്. നമ്മൾ ഇടയത്താഴത്തെക്കുറിച്ച് ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തസഹറു ഫൈന്ന ഫിസ്സഹൂരി ബറക്കത്തുൻ എന്ന്. ഇടയത്താഴം കഴിക്കാൻ കൽപ്പിച്ചു, അതിൽ ആ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്നലെ അവസാനത്തെ 10 മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ വിശേഷണം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ബർക്കത്ത് അരുളപ്പെട്ട രാത്രി എന്നാണ് ഖുർആൻ ഇറങ്ങിയതിനെക്കുറിച്ച് പറഞ്ഞത്, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് ബർക്കത്ത് എന്നൊരു വിഷയം പഠിക്കുന്നത്. അത് പഠിക്കൽ അനിവാര്യമാണ്. കാരണം ബർക്കത്തിൻ്റെ വിഷയത്തിൽ, ബർക്കത്ത് അവതരിക്കുന്ന വിഷയത്തിൽ, ബർക്കത്ത് എടുക്കുന്ന വിഷയത്തിൽ ആളുകൾ ചില ധാരണ പിശകിലും വ്യതിചലനത്തിലും അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു കാരണം. ഇമാം അന്നവവി, യഹ്യ ഇബ്നു ഷറഫ് അന്നവവി ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സുബൂത്തുൽ ഖൈർ വ കസ്റത്തുഹ എന്നാണ് പറഞ്ഞത്. സുബൂത്തുൽ ഖൈർ വ കസ്റത്തുഹ, നന്മ ഭവിക്കുക, ഖൈർ പിന്നെ അത് പെരുകുക. അപ്പോൾ ഖൈറിൻ്റെ സ്ഥിരപ്പെടലും ഖൈർ പെരുകലുമാണ് ബർക്കത്ത്. നന്മ, അഭിവൃദ്ധി, ഐശ്വര്യം, ധന്യത, ഇതൊക്കെ നിലനിൽക്കുകയും പിന്നെ അത് പോഷിക്കുകയും വർദ്ധിക്കുകയും പെരുകുകയും ചെയ്യുക, അതാണ് ബർക്കത്ത്. സാധാരണ രാവ് പോലെയല്ല ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അതിൽ നന്മ സ്ഥിരപ്പെടുന്നു, പെരുകുന്നു. ഒരു രാത്രി 83 വർഷത്തേക്കാൾ മേന്മയിൽ ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിലെ ബർക്കത്ത്. നമ്മളൊരാൾ 83-ലേറെ വർഷം നന്മ ചെയ്യുകയാണ് എങ്കിൽ എത്ര മേനി നമുക്ക് വിളയിക്കാനാകും? അതൊരു രാവ് കൊണ്ട് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ലൈലത്തുൽ ഖദറിൻ്റെ ബർക്കത്ത്. അതേപോലെ ഇടയത്താഴം, അതിൽ നന്മയുണ്ട്, നന്മയുടെ പോഷിപ്പും വർധനവുമുണ്ട്. ഇടയത്താഴം കഴിച്ച് നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കനിയും നല്ല നിലയിൽ എന്നുള്ളതാണ്. പക്ഷെ ബർക്കത്തിൻ്റെ വിഷയത്തിൽ ചില അനിവാര്യതകൾ, അടിസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടേ മതിയാകൂ. എന്തുകൊണ്ട്? ആളുകൾ ഈ ബർക്കത്തിൻ്റെ വിഷയത്തിൽ ചില തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചൊരു വിഷയമാണ് അൽ ബറക്കത്തു മിനല്ലാഹ്. ബർക്കത്ത് അത് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിന് വേണ്ടി അള്ളാഹിനോട് തേടിയത്. അല്ലാഹുമ്മ ബാരിക് ലന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ബർക്കത്ത് അരുളേണമേ. ഫീ മുദ്ദിന വസാഇന വഫീ മദീനത്തിന വഫീ യമനിന വഫീ ഷാമിന, വിവിധ പ്രയോഗങ്ങൾ കാണാം. അവിടൊക്കെ ബർക്കത്ത് വീഴാൻ
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കുകയാണ്. ഹുദൈബിയ സന്ധിയുടെ നാളുകളിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒതു ചെയ്യാൻ വെള്ളമല്ല, തുച്ഛം വെള്ളമാണ് ഉള്ളത്, വളരെ പരിമിതം. അപ്പോൾ വെള്ളമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ ആവലാതിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുറച്ചുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് തൻ്റെ വിരലുകൾ വിടർത്തി വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ വിളിച്ചു, ഹയ്യ അല അഹ്ലിൽ വുദു, വുദു എടുക്കാനുള്ളവരെ വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞ എന്താ? അൽ ബറക്കത്തു മിൻ അല്ലാഹ്, ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. കാരണം എന്താ? അവിടെ റസൂലുള്ള കൈ വിരൽ വിടർത്തി വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്ക് ഇടയിലൂടെ വെള്ളം നിർഗളിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ ആളുകൾ ഇത് അള്ളാഹുവിൽ നിന്നുള്ള അത്ഭുതമാണെന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു, അൽ ബറക്കത്തു മിൻ അല്ലാഹ്, ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. എല്ലാവരും വുളു ചെയ്തു. എത്ര പേർ? ഒരാൾക്ക് വുളു ചെയ്യാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ 1400 പേരാണ് ആ യാത്രയിൽ ഉണ്ടായത്. അവരെല്ലാവരും ശുദ്ധി വരുത്തി എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിൽ ബർക്കത്ത് അരുളിയാൽ അതിൻ്റെ ഒരു ധന്യത, വർധനവ് അത് മനസ്സിലാക്കാം. ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. മറ്റൊരു വിഷയം, ബർക്കത്തിൻ്റെ വിഷയത്തിൽ ആളുകളിൽ വഞ്ചിതരാകാൻ പാടില്ല, വ്യക്തികളിൽ വഞ്ചിതരാകാൻ പാടില്ല. ചില വ്യക്തികൾ ഇങ്ങനെ തടവും, എന്നിട്ട് ചുംബിക്കും. ചില ചുമരുകൾ, ചില സ്ഥലങ്ങൾ തടവും, ചില മക്ബറകൾ തടവും, അതിൽ വിരിയിട്ട് അതിന്മേ തടവും. എന്തിന്? ബർക്കത്തിനെ ആവാഹിക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചെന്നാൽ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് ഒരു സുപ്രധാന ചരിത്രമുണ്ട്. ഏറെ ഹൃദയത്തിൽ തൊടുന്ന ഒരു ചരിത്ര. അനസ് റളിയല്ലാഹു തആല അൻഹു അത് ഉദ്ധരിക്കുന്നത്. അനസ് പറയുകയാണ്, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ മഅ അസ്ഹാബിഹി യുഹദ്ദിസുഹും. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. തിരുദൂതർ സഹാബത്തിനോട് സംസാരിച്ചിരിക്കുകയാണ്. ആ സമയം ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അസ്സബ ബത്നഹു ബിഇസാബത്തിൻ അലാ ഹജർ എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വയറിൽ ഒരു കല്ല് വെച്ച് ഒരു ഇസാബ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് എന്നാണ്, ഒരു ശീല കൊണ്ട് കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ അനസ് കാണുന്നത് ഖദ് അസ്സബ ബത്നഹു ബിഇസാബത്തിൻ അലാ ഹജർ, ഒരു കല്ല് വെച്ച് ആ കല്ലിന്മേൽ ഒരു ശീല കൊണ്ട് മുറുക്കി കെട്ടിയിരിക്കുകയാണ്. അപ്പം അനസ് കുട്ടിയാണ്. അനസ് ആളുകളോട് ചോദിച്ചു, ലിമ അസ്സബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബത്നഹു, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വയറിങ്ങനെ കെട്ടിയിരിക്കുന്നത്? അപ്പം സഹാബികൾ പറയുകയാണ്, മിനൽ ജൂ, വിശപ്പ് കാരണത്താലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വയറിൽ ഇങ്ങനെ കല്ല് വെച്ച് ഒരു ഇസാബ് കൊണ്ട് കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് അനസ് കേട്ടപ്പോൾ കുട്ടി അനസ്, അദ്ദേഹം അവിടെ നിന്നില്ല, അദ്ദേഹം ഓടി വീട്ടിലേക്ക് ഓടി. വീട്ടിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അനസ് ഇബ്നു മാലിക്കാണ്. പക്ഷേ അനസ് റളിയല്ലാഹുവിൻ്റെ ഉപ്പ മരണപ്പെട്ടതിൽ പിന്നെ ഉമ്മു സുലൈം, അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ച വ്യക്തിയാണ് അബൂ തൽഹ. അവിടെ ഉണ്ട്. അപ്പോൾ അബൂ തൽഹയോട് ചെന്നിട്ട് അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അസ്സബ ബത്നഹു ബിഇസാബത്തിൻ അലാ ഹജർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വയറിൽ ഒരു കല്ല് വെച്ച് ഒരു ശീല കൊണ്ട് കെട്ടിയത് ഞാൻ കണ്ടു. മിനൽ ജൂ, വിശപ്പ് കാരണത്താൽ. ഇത് കുട്ടി ചെന്ന് അബൂ തൽഹയോട് പറയാൻ. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. വീട്ടിൽ ഭാര്യ ഉമ്മു സുലൈം
ബിന്ത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹയാണ് ഉമ്മു സുലൈമിനോട് യാ ഉമ്മ സുലൈം ഹൽ ഇൻദകി മിൻ ഷൈഇൻ, വീട്ടിൽ തിന്നാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഭക്ഷണമായിട്ട്. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു ഇന്ദി കിസറും മിൻ തംറിൻ കിസറും മിൻ ഖുബ്സിൻ വതമറാത്ത്, എൻ്റെ അടുത്ത് ഏതാനും റൊട്ടി കഷ്ണങ്ങളുണ്ട്, കുറച്ച് കാരക്കയുമുണ്ട്. എന്താണ് ആര് പറയുന്നത്? ഉമ്മു സുലൈം പറയുന്നത്. എന്നിട്ട് ഉമ്മു സുലൈം പറയാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശപ്പടങ്ങാനേ ഉണ്ടാവുള്ളൂ, കുറച്ച് റൊട്ടി കഷ്ണങ്ങളും കുറച്ച് കാരക്കയാണ്. അപ്പം അത് പാകം ചെയ്യാൻ പറഞ്ഞു. റൊട്ടി കാരക്കിയിട്ടുള്ള ഭക്ഷണം, ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിന് വിശപ്പടങ്ങാനേ ഇതുള്ളൂ എന്നും പറഞ്ഞു. അബൂ തൽഹ അനസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ച് ആരെ അടുക്കലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത് തിന്നാൻ വിളിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അനസ് ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ആളുകളാണ്. റസൂലുള്ളാഹി ആളുകളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അനസ് പറയാണ് ഞാൻ റസൂലുള്ളാഹിൻ്റെ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ ആളുകൾ കേൾക്കും, അപ്പോൾ ആളുകളെ വിളിക്കാതിരിക്കുന്നതിൽ ഞാൻ ലജ്ജിച്ചു പോയി, അതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ചു നിന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ട് എന്നോട് പറഞ്ഞു ഹൽ അർസലക അബൂ തൽഹ, അനസെ നിങ്ങളെ അബൂ തൽഹയാണോ പറഞ്ഞയച്ചത്? അപ്പോൾ അനസ് പറഞ്ഞു ഞാൻ ലി തആമിൻ, ഭക്ഷണത്തിന് വേണ്ടിയാണോ പറഞ്ഞയച്ചത്? അപ്പോൾ അനസ് പറഞ്ഞു ഞാൻ അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു, കൂട്ടുള്ളവരോടൊക്കെ വരാൻ പറഞ്ഞു. 80 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ 70 ആളുകൾ ഓലോടൊക്കെ വരാൻ പറഞ്ഞു. അതോടുകൂടി അനസ് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചോടി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അബൂ തൽഹയോട് പറഞ്ഞു, അബൂ തൽഹ എന്നോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല വരുന്നത്, കൂടെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയാൻ. അപ്പോഴത്തേക്ക് ഉമ്മു സുലൈമിനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലും കൂടെ ആളുകളും ഉണ്ട്. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു അല്ലാഹു വ റസൂലുഹു ആലം, അല്ലാഹു വ റസൂലുഹു ആലം. കാരണം എന്താ, ഒരാൾക്കുള്ള ഭക്ഷണമാണ്, 80 ആളായിട്ടാണ് വരുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് അടുത്തെത്തിയപ്പോൾ അബൂ തൽഹ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്നമാ ഹുവ ശൈഉൻ സനഅതുഹു ലക ഉമ്മു സുലൈം, തിരുദൂതരെ കുറേ ഭക്ഷണമല്ല ആളുകളായിട്ട് വരാൻ, ഇന്നമാ ഹുവ ശൈഉൻ വളരെ കുറച്ചുള്ളൂ, അത് ഉമ്മു സുലൈം നിങ്ങൾക്ക് മാത്രം പാകം ചെയ്തതാണ്, നിങ്ങൾക്ക് മാത്രം പാകം ചെയ്തതാണ്. ഈ ആളുകളൊക്കെ പാടായിട്ട് എങ്ങനെ ശരിയാകും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹയോട് പറഞ്ഞു യാ അബാ തൽഹ ലാ അലൈക്, അബൂ തൽഹ ലാ അലൈക്, പ്രശ്നാക്കണ്ട. ഇന്നല്ലാഹ സയജ്അലു ഫീഹിൽ ബറക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭക്ഷണത്തിൽ ബർക്കത്ത് തരുള്ളൂ. ഇന്നല്ലാഹ സയജ്അലു ഫീഹൽ ബറക, അതിൽ ബർക്കത്ത് അല്ലാഹു തരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ ബർക്കത്ത് അവതരിപ്പിക്കുന്നല്ല, ഞാൻ അത് വർദ്ധിപ്പിക്കുമെന്നല്ല. ഇന്നല്ലാഹ സയജ്അലു ഫീഹിൽ ബറക, അല്ലാഹു അതിൽ ബർക്കത്ത് തരും എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭക്ഷണത്തെ ഇങ്ങനെ സ്പർശിച്ചിട്ട് ബിസ്മില്ലാഹ് അല്ലാഹുമ്മ അഅദിം ഫീഹൽ ബറക, ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ അല്ലാഹുവേ അഅദിം ഫീഹൽ ബറക, ഈ ഭക്ഷണത്തിൽ നീ ബർക്കത്തിനെ മഹത്തരമാക്കണമേ എന്ന് ദുആ ചെയ്ത്, അള്ളാഹിനോട് ദുആ ചെയ്ത് ആ ഭക്ഷണത്തിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് അഅദിം ഫീഹൽ ബറക. അങ്ങനെ അനസ് റളിയല്ലാഹു തആല പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദൻ ലി അശറ, 10 ആളോട് കിടക്കാൻ പറഞ്ഞു. 10 ആളോട്, ഈ വന്ന കൂട്ടത്തിലല്ലോ റസൂലുള്ളാഹിയുടെ കൂടെ വന്നതിൽ 10 ആൾക്ക് അനുവാദം കൊടുക്കാൻ പറഞ്ഞു വരാൻ. അങ്ങനെ ആ 10 ആളുകൾ ദഖലു വ അകലു വശബിഉ സുമ്മ ഖറജു, 10 ആൾ കയറി തിന്നു, അവർക്കൊക്കെ വിശപ്പടങ്ങി അവർ പോയി. പിന്നെ ഇതല്ലി അശ്ര, അടുത്ത 10 ആൾക്ക് അനുവാദം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 10 ആളുകൾ വന്നു, അവരും ഭക്ഷിച്ചു, വിശപ്പടങ്ങി അവരും പോയി. ഇങ്ങനെ എല്ലാവരും തിന്നു എന്നാണ് ആ ഭക്ഷണം. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സുമ്മ അകല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂ തൽഹത വ ഉമ്മു സുലൈം
അനസ് ഇബ്നു മാലിക്. പിന്നെ 4 ആൾ തിന്ന്. എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ 4 ആൾ. ആരൊക്കെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് ആവശ്യക്കാരൻ. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റിൽ വിശപ്പിൻ്റെ ആധിക്യത്താൽ കല്ല് വെച്ച് ബന്ധിച്ചത് കണ്ടത് കാരണത്താലാണ് അനസ് ഓടി വന്നിട്ട് പറയുന്നത് റസൂലുള്ള വിശന്ന് പൊരിയുന്നു എന്ന്. ഈ ഭക്ഷണം ഒരുക്കിയത് ആദരവുറ്റ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. പക്ഷേ കൂടെ വന്ന 80 ആൾക്കും നൽകി അവരുടെ വിശപ്പടക്കിയതിന് ശേഷം പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു, അബൂ തൽഹത്ത് ഭക്ഷിച്ചു, ഉമ്മു സുലൈം ഭക്ഷിച്ചു, അനസ് ബിൻ മാലിക്കും ഭക്ഷിച്ചു. 4 ആൾ. എന്നിട്ട് അനസ് പറയുകയാണ് വഫബലത് ഫദ്ലത്തുൻ, എന്നിട്ടും ഭക്ഷണം ശേഷിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശേഷിച്ചത് എടുത്തിട്ട് ഉമ്മു സുലൈമിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു കുലി മിൻഹ വഅത്ഇമി ജീറാനകി. ഉമ്മു സുലൈം, നിങ്ങളിതിൽ നിന്ന് തിന്നോളീം, നിങ്ങളെ അയൽവാസികളെ ഇതിൽ നിന്ന് ഭക്ഷിപ്പിച്ചോളീം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടം പിരിഞ്ഞു എന്നാണ്. ഞാനിത് ഉദ്ധരിച്ചത് എത്രയെത്ര പാഠങ്ങളുള്ള ഒരു സംഭവമാണിത്. നമ്മുടെ ആദരവിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ആ തിരുദൂതരുടെ ഭൗതിക വിഭവങ്ങളും ഭൗതിക അവസ്ഥകളും ഒക്കെ ഇതിൽ നന്നേ വ്യക്തമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുറച്ച് ഭക്ഷണത്തിൽ ബർക്കത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആയിരുന്നത് സയജ്അലുല്ലാഹു ഫീഹൽ ബറക, ഇതിൽ അള്ളാഹു ബർക്കത്ത് തരുമെന്നാണ് പറഞ്ഞത്. ബിസ്മില്ലാ അല്ലാഹുമ്മ അഅ്ദിം ഫീഹൽ ബറക, അല്ലാഹുവേ ഇതിൽ നീ ബർക്കത്തിനെ ഏറ്റണേ എന്ന് ദുആ ചെയ്യുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിനെ, ആ ബർക്കത്ത് ആര് സൃഷ്ടിക്കുന്നുവോ, ആര് കനിയുന്നുവോ ആ നാഥനിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയായി. ഈ ഒരു മാതൃക ഉൾക്കൊണ്ടല്ല പലരും ബർക്കത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടം. ആളുകൾ തൊടാൻ വരുമ്പോൾ, തടവാൻ വരുമ്പോൾ, നാറ്റാൻ വരുമ്പോൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണം നമ്മളിൽ അതില്ല, മേലായവനോട് തേടിക്കോ എന്ന്, അവിടുന്ന് കാംക്ഷിച്ചോ എന്ന്. ബർക്കത്തിൻ്റെ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഉള്ളൊരു തത്വമാണ്. ബർക്കത്ത് 2 ഉണ്ട്. ഒന്ന് ബർക്കത്തുൻ ദാത്തിയത്തുൻ മുൻതഖില, രണ്ടാമത്തേത് ബർക്കത്തുൻ മഅനവിയത്തുൻ ലാസിമ. എന്താ ഈ പറഞ്ഞത്? ബർക്കത്തിന് 2 വകുപ്പുകൾ. ഒന്ന് ബർക്കത്തുൻ ദാത്തിയത്തുൻ മുൻതഖില, മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് സന്നിവേശിക്കുന്ന പടരുന്ന ബർക്കത്ത്. അത് ലോകത്ത് ഒരു പടപ്പിൽ മാത്രമേ ഉള്ളൂ. ആ പടപ്പാണ് ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്താണ് ദാത്തിയത്തുൻ മുൻതഖില. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സൃഷ്ടിച്ച തീർത്ത ബർക്കത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്ത്രം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, അതിലേക്കൊക്കെ പകരുന്ന അവസ്ഥ അതുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുത്ത വസ്ത്രം അത് ചിലർ വാങ്ങിയത്. സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. ഒരു ഉമ്മ, നല്ല മുഞ്ചുള്ള ഒരു പുതപ്പ്, വരയും പുതപ്പ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉടുത്തു, ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചപ്പോൾ പിന്നെ സഹ്ൽ ഇബ്നു സഅദ് പറയാണ് റസൂലെ അതെനിക്ക് തരി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഊരി സഹലിന് നൽകി. ആളുകൾ സഹലിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ സഹൽ പറയുന്നുണ്ട് ഞാനത് റസൂലുള്ളാഹിനോട് വാങ്ങിയത് റസൂലുള്ളാഹിൻ്റെ മേനി തൊട്ട വസ്ത്രമാണ്. റജാ ബറക്കത്തിഹ, അതിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹു തീർത്ത ബർക്കത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വസ്ത്രത്തിലേക്ക് നീങ്ങും. അതാണ് ബറക്കത്തുൻ ദാത്തിയത്തുൻ മുൻതഖില. അത് ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം, ആ ശരീരവുമായി ബന്ധപ്പെട്ട തിരുനബിയുടെ മുടി, അതേപോലെ തന്നെ ഉമിനീര്, വിയർപ്പ് പോലുള്ളതൊക്കെ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേത്ത് വന്ന വിയർപ്പെടുത്തു.
അപ്പോൾ റസൂൽ ചോദിച്ചു, മാതാ തസ്നഈ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അജ്മഉ അറഖക, അങ്ങയുടെ വിയർപ്പിനെ ഞാൻ ശേഖരിക്കുകയാണ്. എന്തിന്? ലി അജ്അലഹു ഫീ തീബിനാ വഹുവ അത്യബു തീബ് എന്നാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധങ്ങളിൽ നിങ്ങളുടെ വിയർപ്പ് വെക്കാൻ വേണ്ടിയിട്ട്, ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വിയർപ്പ് അത്യബു തീബ്, ഏറ്റവും പരിമളം പൊഴിക്കുന്ന സുഗന്ധമാണ് എന്ന് പറയണം. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എടുത്ത ആ വിയർപ്പ് സുഗന്ധദ്രവ്യത്തിലാക്കി അവരുടെ ഒരു ചെപ്പിൽ ഒരു പാത്രത്തിൽ ശേഖരിച്ചിരുന്നു എന്നാണ്. പിൽക്കാലത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോൾ ഉമ്മു സുലൈം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ചേർത്ത ആ സുഗന്ധത്തെ തനിക്ക് കഫനിൽ സുഗന്ധം പൂശുമ്പോൾ ആ കഫനിൽ തേക്കാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തിരുന്നു. അപ്രകാരം ചെയ്യപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത്, അവിടുത്തെ മേനിയുമായി ബന്ധപ്പെട്ട ബർക്കത്ത്, അത് ദാത്തിയത്തും മുൻതഖില എന്നാണ്. ഇതേപോലെ മറ്റുള്ളതിലേക്ക് നീങ്ങുന്ന ബർക്കത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പടപ്പുകളിൽ ഈ ഒരു ബർക്കത്ത് ഒരു ആൾക്ക് മാത്രം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ചുള്ളവർ, അവർക്കുള്ള ബർക്കത്ത് ഇതേപോലെ ആളുകൾക്ക് ശേഖരിക്കാനും തൊടാനും ബർക്കത്തെടുക്കാനും ഉള്ള ബർക്കത്തേ അല്ല. അതിനാണ് ബർക്കത്തുൻ മാനവീയത്തുൽ ലാസിമ എന്ന് പറയാം. മാനവീയത്തുൽ ലാസിമ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹാബികൾ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബർക്കത്തെടുത്തതുപോലെ ബർക്കത്തെടുക്കാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിയർപ്പാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുടിയാകട്ടെ, അദ്ദേഹം ഉടുത്ത വസ്ത്രമാകട്ടെ, ബർക്കത്തിന് വേണ്ടിയിട്ട് ഒരു സഹാബിയും എടുത്തു വച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ പ്രത്യേകത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു ബർക്കത്തില്ലേ? മറ്റു സഹാബികൾക്ക് ബർക്കത്തില്ലേ? എല്ലാ മുസ്ലിമീങ്ങൾക്കും ബർക്കത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന മിനശ്ശജരി ലമാ ബറകതുഹു കബറകത്തിൽ മുസ്ലിം. ചില വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ ബർക്കത്ത് മുസൽമാൻ്റെ ബർക്കത്ത് പോലെയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ മുസ്ലിമീങ്ങൾക്കും ബർക്കത്തുണ്ട്. ഈത്തപ്പനയെ മുസ്ലിമിനോട് ഉപമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മുസ്ലിമിൻ്റെ ബർക്കത്ത് പോലെയാണ് അതിൻ്റെ ബർക്കത്ത് എന്ന്. അപ്പോൾ ഓരോ മുസ്ലിമിനും ബർക്കത്തുണ്ട്. പക്ഷേ ആ ബർക്കത്ത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബർക്കത്ത് പോലെ ഒരിക്കലുമല്ല. പലപ്പോഴും ആളുകൾ വ്യതിചലിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അള്ളാഹു കൽപ്പിച്ച ഈ ഒരു പ്രത്യേകതയെ പല ആളുകൾക്കും വലിയെന്നും ഷെയ്ഖെന്നും മഹാനെന്നുമൊക്കെ പറഞ്ഞ് അവരിലേക്കൊക്കെ കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതാണ് സ്ഖലിതം, തെറ്റ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നക്കി മുബാറക, നിങ്ങൾ ബർക്കത്തുള്ള മഹദിയാണ് എന്ന് പറയുന്നുണ്ട് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ. കാരണം എന്താ? ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഉള്ള ഒരു യാത്രയിൽ ദുൽഹുലൈഫ കടന്ന് ഒരിടത്തെത്തിയപ്പോൾ നിസ്കാര സമയമായി, ആളുകൾക്ക് വെള്ളമല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ കാരണത്താൽ ആളുകൾ വഴിയിൽ തങ്ങി. അത് കാരണത്താലാണ് വെള്ളമുള്ള സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ പറ്റാതിരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ കാരണത്താൽ ആളുകൾ വൈകി. അവരുടെ മാല പൊട്ടി, മാല നഷ്ടമായി. അപ്പം അത് തെരഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിന്നതിനാലാണ് എല്ലാവർക്കും സമയം വൈകിയത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മകളോട് ആദ്യം ക്ഷോഭിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. തഖയ്യബ അലൈഹ എന്നാണ്. നിങ്ങൾ വൈകി, അത് കാരണത്താൽ ആളുകൾക്കൊക്കെ വൈകി, നിസ്കാരത്തിന് ഒതു ചെയ്യാൻ വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയമ്മുമിൻ്റെ ആയത്തിറക്കിയത്. ഈ വിഷയത്തിൽ തയമ്മുമിൻ്റെ ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാഹ് ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ എന്ന് തുടങ്ങിയിട്ട് ആയത്തില്ലേ, ഈ ആയത്തിറങ്ങി. അപ്പം നോക്കി നിങ്ങൾ, ആയിഷ കാരണത്താൽ മുസ്ലിമീങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞത്. തയമ്മും, ഒതു ചെയ്യാൻ വെള്ളമല്ല, അല്ലെങ്കിൽ വെള്ളം ഒതു ചെയ്യാൻ പര്യാപ്തമല്ല എങ്കിൽ തയമ്മം ചെയ്താൽ മതി. ശുദ്ധമായ മണ്ണിൽ പ്രതലത്തിൽ കൈയടിച്ച് മുഖവും
കയ്യും തടവി ശുദ്ധി വരുത്താം എന്നുള്ള ആനുകൂല്യം മുസ്ലിമീങ്ങൾക്ക് അവതരിപ്പിച്ച്. ആര് കാരണത്താൽ? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ കാരണത്താൽ. ആദ്യം ദേഷ്യപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല പിന്നെ മകളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നകില മുബാറക, ആയിഷ നിങ്ങളൊരു ബർക്കത്തുള്ള മഹദി തന്നെ എന്ന് പറയുന്നുണ്ട്, മോള് തന്നെ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? ഈ ഒരു ആനുകൂല്യം മുസ്ലിമീങ്ങൾക്ക് ഈ മഹദി കാരണത്താലാണ് വന്നത്. അവിടെ മുബാറക്കത്ത് ആയിഷ ബർക്കത്തുള്ള മഹദിയാണ്. എന്താ ആയിഷ റളിയല്ലാഹു തആലയിലുള്ള ബർക്കത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉള്ള ബർക്കത്ത് പോലുള്ള ബർക്കത്ത അല്ല. അതിനാണ് മാനവീയത്തുൽ ലാസിമ എന്ന് പറയാം. അത് ആളുകൾക്ക് തൊടാനും അല്ലെങ്കിൽ അവരുടെ മുടിയിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ആവാഹിക്കാനുള്ള ബർക്കത്തല്ല. അത് ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ബർക്കത്താണ്. ദാത്തിയത്തുൻ മുൻതഖില, ഈ ബർക്കത്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു കൽപ്പിച്ച ഈ ബർക്കത്തിനെയാണ് ഇന്ന് പലരും, പല ഷെയ്ഖുമാരുടെയും പല വലിയ എന്ന് പറയുന്ന ആളുകളുടെയും പല ഉസ്താദുമാരുടെയും ഒക്കെ മേത്ത് പോയി തടവി അവരെ തൊട്ട് അവരുടെ ശേഷിപ്പുകൾ എടുത്ത്, ചിലത് അവർ തുപ്പക്കോളാമ്പിയിൽ ഒഴിവാക്കിയത് വരെ സേവിച്ച് ബർക്കത്ത് എടുക്കുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെയും സ്കലിതാണ്, തെറ്റാണ് ബർക്കത്തിൻ്റെ വിഷയത്തിൽ. ഏതായാലും ഞാനിവിടെ ഉണർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ നോമ്പിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ലൈലത്തുൻ മുബാറകത്തുൻ എന്ന് പറഞ്ഞ്, ബർക്കത്തുള്ള രാവാണ് ഖദറിൻ്റെ രാവ്, ലൈലത്തുൽ ഖദർ. ഈ ബർക്കത്ത് ഏത് ബർക്കത്താ? ഈ ബർക്കത്തും നമ്മൾ പറഞ്ഞതുപോലെ മാനവീയത്തുൽ ലാസിമത്താണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ബർക്കത്തെടുക്കേണ്ടത്, ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ബർക്കത്തെടുക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ലൈലത്തുൽ ഖദറിൽ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഖൈറ് വരുന്നിട്ട് നമ്മളിങ്ങനെ നാടന്മാർ പറയുമ്പോൾ രാവൊളിച്ചത്ത് കോഴിക്കളിറങ്ങിയ മാതിരി പുറത്തിറങ്ങി നിന്നിട്ടല്ല. പിന്നെയോ ഈ രാവിൻ്റെ ബർക്കത്ത് നമ്മൾ കൊള്ളേണ്ടത്, നേടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നേടിയോ അങ്ങനെയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? രാവിൻ്റെ നിലാവും അതേപോലെ തണുപ്പും കൊള്ളലായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയായിരുന്നു, ഖുർആൻ ഓതുകയായിരുന്നു, ദുആ ചെയ്യുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അറഅയ്ത് ഇൻ സാദഫ്തു ലൈലത്തുൽ ഖദർ ഫമാദാ അഖൂൽ, ലൈലത്തുൽ ഖദർ ആണെന്ന് അറിവായാൽ ഞാൻ എന്ത് ചൊല്ലണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദി ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖൂലി, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ ആ ബർക്കത്ത് അത് ലഭിക്കാൻ ദുആ ചെയ്യാനാണ് പഠിപ്പിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയായിരുന്നു, ഖുർആൻ പാരായണത്തിലായിരുന്നു, ദിക്ർ ദുആകളിലായിരുന്നു. എങ്ങനെ ബർക്കത്തെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ അങ്ങനെ ബർക്കത്തെടുക്കുക. എവിടെ ബർക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചോ അതിൽ ബർക്കത്ത് കാണുക. അത് സ്ഥലത്തിലായാലും കാലത്തിലായാലും വസ്തുക്കളിലായാലും വ്യക്തികളിലായാലും ഒക്കെ എല്ലാം പ്രമാണബദ്ധമായിരിക്കണം. സഹൂറിനെ കുറിച്ച് പറഞ്ഞു, സഹൂറിൽ ബർക്കത്തുണ്ട്. ഇടയത്തായത്തിൽ ജെയ്ത്തൂനെ കുറിച്ച് പറഞ്ഞില്ലേ, ജെയ്ത്തൂൻ ഒലീവ് ഓയിൽ, കുലു ജെയ്ത്ത് വദ്ദഹിനു ബിഹ ഫഇന്ന ഫിഹാ ബറക, നിങ്ങൾ ജെയ്ത്തൂൻ ഭക്ഷിക്കണം, അതിൻ്റെ ഓയിൽ ഉപയോഗിക്കണം, അതിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ഏതൊരു വസ്തുവിൽ ദീൻ ബർക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ബർക്കത്ത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുക. സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ വിഷയത്തിൽ അങ്ങനെ തന്നെ, വ്യക്തികളുടെ വിഷയത്തിലും അങ്ങനെ തന്നെ. എങ്ങനെ ബർക്കത്തെടുക്കണം, അത് ദീൻ എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ ബർക്കത്തെടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം പറഞ്ഞ ബർക്കത്തിൻ്റെ വിഷയം ദാത്തിയത്തും മുൻതഖില, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം വകവെക്കുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിലേക്ക് ഒരാളെയും ഉയർത്താതിരിക്കുക. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തിയിട്ടില്ല എങ്കിൽ പിൽക്കാലത്ത് പല ആളുകളും അവരൊക്കെ ബർക്കത്തെടുക്കാൻ ഒരിക്കലും യോഗ്യമല്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ സാധിക്കുന്ന വിധമുള്ള ആളുകളാണ്. എന്നിട്ടും അവരെ തടവി, അവരെ മണത്ത്, അവരെ
രുചിച്ച് ഒക്കെ ബർക്കത്തെടുക്കുന്ന രീതി അത് തീർത്തും സ്ഖലിതമാണ്. അപ്പോൾ ബർക്കത്തുമായി ബന്ധപ്പെട്ടുള്ളതായ ചില കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇൻഷാ അല്ലാഹ് ഇവിടെ പഠിക്കാൻ കഴിയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നേർച്ചയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സംശയമാണ്. അതായത് ചില മഹാന്മാരുടെ പേരിൽ അല്ലെങ്കിൽ ഔലിയാക്കളുടെ പേരിൽ ഒക്കെ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഗതികൾ നേർച്ചയാക്കുക, അത് അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ളൊരു വിധി എന്താണെന്നുള്ളത്? നേർച്ച, നെദർ, ഇസ്ലാമിലൊരു പുണ്യ ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ നദർതും മിൻ നദ്രിൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നേർച്ചയെക്കുറിച്ച്. അതേപോലെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അനന്തരമാക്കുന്ന ചില പുണ്യാളന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. അവരുടെ പുണ്യം എന്താ? സ്വർഗം അനന്തരെടുക്കാൻ അവർ ചെയ്ത പുണ്യം. യൂഫൂന ബിൻ നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്നാണ്. യൂഫൂന ബിൻ നദർ, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാം, നേർച്ച ഇസ്ലാമിലൊരു പുണ്യകർമ്മമാണ്. എല്ലാ പുണ്യകർമ്മങ്ങളും അത് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നിർവഹിക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൊരു വിഷയമാണ് ഈ പുണ്യം അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴിതെറ്റുന്ന വിഷയം. മൻ നദറ അൻ യഅസി അല്ലാഹ് ഫലാ യഅസിഹി എന്ന് പറഞ്ഞില്ലേ. അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കാൻ ഒരാൾ നേർച്ച നേർന്നാൽ എതിര് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹുവിന് പുണ്യം ചെയ്യാൻ ഒരാൾക്ക് നേർച്ചയാക്കാം. എന്താ ആ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദനീയമായ ഒന്ന്, നമുക്ക് ഐച്ഛികമായ ഒന്ന് നമുക്ക് നിർബന്ധമാക്കലാണ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നേർച്ച. നമുക്ക് അനുവദനീയമായൊരു സംഗതി അല്ലെങ്കിൽ നമുക്ക് ഐച്ഛികമായൊരു സംഗതി. ഇപ്പോൾ ഒരു റമദാൻ അല്ലാത്ത കാലത്ത് ഒരു തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച നോമ്പ് നമുക്ക് സുന്നത്താണ്. നമ്മൾ വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പെടുത്തില്ല റമദാൻ അല്ലാത്ത കാലത്ത് എന്നതിൽ നമുക്ക് കുറ്റമില്ല. പക്ഷേ ഒരാൾ എന്ത് ചെയ്തു? തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കിയാൽ പിന്നെ ആ നോമ്പ് നിർബന്ധമായി. നമുക്ക് സുന്നത്തായൊരു കാര്യം നമ്മൾ നിർബന്ധമാക്കലാണ് നേർച്ച. അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യാവൂ. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം നേർച്ചയാക്കുന്നു. ഇപ്പോൾ 10 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാൾ നേർച്ചയാക്കി, അത് നിർബന്ധമായി. ആ നേർച്ച അവന് വീട്ടണം. ആ നേർച്ച ഒരാൾ തെറ്റിച്ചാലോ? ഒരാൾ നേർച്ച നേർന്ന് തെറ്റിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഫാറത്തുൻ നദർ കഫാറത്തുൽ യമീൻ. സത്യം ചെയ്തത് ലംഘിച്ചാലുള്ള കഫാറത്താണ് നേർച്ച നേർന്നത് ലംഘിച്ചാലോ. അതുകൊണ്ട് തന്നെ സത്യം ചെയ്തത് ലംഘിച്ചാൽ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തമായി 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇത് 3 തരപ്പെട്ടില്ല എങ്കിൽ 3 ദിവസം നോമ്പെടുക്കണം. ഇതേപോലെയാണ് സത്യം ചെയ്തത് ലംഘിച്ചാൽ. സത്യം ചെയ്ത ഒരാൾക്ക് പാലിക്കാൻ പറ്റിയില്ല. 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച നിർണ്ണായക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ ഈ പ്രായശ്ചിത്തം ചെയ്യണം, നേർച്ച ലംഘിച്ചാൽ. അപ്പം നേർച്ച അള്ളാഹ്ക്കുള്ളതാണ്. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ മസാല പറഞ്ഞത്. പക്ഷേ നേർച്ച പലപ്പോഴും അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആയിട്ടുണ്ട് എങ്കിൽ അള്ളാഹ്ക്ക് പ്രത്യേകമായതിനെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് വകവെക്കുന്നത്. അത് ശിർക്കാണ്. ഇന്ന് പല നേർച്ചകളും അറിയപ്പെടുന്നത് തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ്. ഇന്ന നേർച്ച, ഇന്ന നേർച്ച, ഇന്ന നേർച്ച, അത് അവരുടെ പേരിലുള്ള നേർച്ച. അത് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിനും പ്രത്യേകമായതിനെ വകവെക്കലാണ്, പാടുള്ളതല്ല. ഇസ്ലാമിൽ നേർച്ച എന്ന് പറഞ്ഞാൽ അതൊരു മഹാപുണ്യമായിട്ടുള്ള ഇബാദത്താണ്. നേർച്ച അള്ളാഹ്ക്കാകുമ്പോൾ അത് അതിൻ്റെ മാർഗേണയാകുമ്പോൾ. അങ്ങനെ പറയാൻ കാരണം ചിലർ നേർച്ച തേറൽ വെറുക്കപ്പെട്ട നിലക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അള്ളാഹ്ക്ക് നേർച്ചയാക്കണ അവസ്ഥ. ഇപ്പം ഒരു രോഗം മാറ്റിയാൽ ഞാൻ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കും നേർച്ചയാക്കുക. ഒരു സാധനം നഷ്ടപ്പെട്ടു, അത് കിട്ടിയാൽ ഞാൻ ഒരു മിസ്കീന്
സദക്ക ചെയ്യുമെന്ന് നേർച്ചയാക്കുക. ഇത് വെറുക്കപ്പെട്ടതാണ് ഈ നേർച്ച. കാരണം എന്തുകൊണ്ട്? അള്ളാഹു എന്തെങ്കിലും ഒരു ആനുകൂല്യം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹ്ക്ക് ഒരു ഇബാദത്ത് ചെയ്യൂ എന്നതാണ് അവൻ്റെ ഒരു വിഷയം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ബഖീൽ, പിശുക്കന്മാരിൽ നിന്നാണ് നേർച്ച വരിക എന്ന് പറഞ്ഞത്. പിശുക്കന്മാരിൽ നിന്നാണ് നേർച്ച വരിക എന്ന് പറഞ്ഞത് ഈ കാരണത്താലാണ്. കാരണം അള്ളാഹ് എന്തെങ്കിലും കൊണ്ട് പഠിച്ചവൻ എൻ്റെ ഒരു രോഗിയെ ശിഫയാക്കിയാൽ ഞാൻ ഒരു 10 ദിവസം നോമ്പെടുക്കും എന്ന് നേർച്ചയാക്കുക. അത് മര്യാദകേടാണ്. അതുകൊണ്ട് തന്നെ അത് പിശുക്കൻ്റെ പരിപാടിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതില്ല, നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നേർച്ചയാക്കുകയാണ് എങ്കിൽ മഹാപുണ്യമാണ്. ആ പുണ്യം ഇന്ന് പലരും എന്ത് ചെയ്യുന്നു? ഇന്ന ശുഹദാക്കളുടെ നേർച്ച, ഇന്ന ആണ്ടവരുടെ നേർച്ച, ഇന്ന മക്ബറയിലേക്ക് നേർച്ച എന്ന് പറഞ്ഞ് വഴിമാറ്റുന്ന അവസ്ഥയാണ്. അത് വലിയ തെറ്റാണ്. ഇസ്ലാമിൽ പാടുള്ള കാര്യമല്ല. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് മുതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.